ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് 2-3 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പറ്റിയ രണ്ട് ഡ്രസ്സാണ് കേട്ടോ കാണിക്കാൻ പോണത്. ഒന്ന് ഒരു പാന്റും ടോപ്പും, പിന്നെ ഒന്ന് ഒരു സ്കേർട്ടും ജമ്പറും. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ ഞാൻ ഡ്രസ്സ് കാണിക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മള് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കാണാനും കഴിയും. അപ്പൊ ഞാൻ എന്തായാലും ആ 2 ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മളെ ആദ്യത്തെ ഡ്രസ്സ്. ഒരു ക്രോപ്പ് ടോപ്പ്, ഒരു കുഞ്ഞു ക്രോപ്പ് ടോപ്പും പിന്നെ ഒരു ഫുൾ ലെങ്ത് പാന്റ്സും ആണ്. ഒരു എത്ര വയസ്സപ്പം ഒരു 2 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ഡ്രസ്സാണ് കേട്ടത്. അപ്പൊ ഇതിന്റെ പാന്റ്സ് ഒരു പോൾക്ക ഡോട്ട് വെച്ചിട്ടുള്ള പാന്റ്സ് ആണ്. ഭയങ്കര ഡാർക്ക് നേവി ബ്ലൂമില് വൈറ്റ് പോൾക്ക ഡോട്ടാണ്. ചിലപ്പോ വീഡിയോയില് ബ്ലാക്ക് ആയിട്ട് തോന്നുമോ അറിയൂല, പക്ഷെ ഇതെന്തായാലും ഭയങ്കര ഡാർക്ക് നേവി ബ്ലൂ, ഒരു ബ്ലാക്ക് എത്താത്തൊരു നേവി ബ്ലൂ ഉണ്ടല്ലോ, അങ്ങനത്തെയാണ് പാന്റ്സ് വന്നത്. റയോൺ തന്നെയാണ്, നല്ല സുഖക്കാരത് ഇടാന്. അപ്പൊ കുറച്ചൊക്കെ വലുതായിട്ടുള്ള ഒരു പോൾക്ക ഡോട്ട്സ് ആണ് ഇടയിൽ വന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കാണാന്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഈ ഫ്രണ്ടിക്ക് നമുക്ക് ഒരു കെട്ട് വരുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിലോട്ട് നമുക്കൊരു ബോ ആയിട്ട് കെട്ടാം. നല്ല ഭംഗിയിൽ നിൽക്കും ചെയ്യും കാണാന്. പാന്റ്സ് ഭയങ്കര സിമ്പിൾ ആയിട്ടും ഉണ്ടാവില്ല, എന്നാൽ ഈ ഒരു കെട്ട് വരുമ്പം കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. പിന്നെ ബോ ആയിട്ട് കെട്ടിയാല് അടിപൊളിയായിരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു പാന്റ്സിന്റെ ക്രോപ്പ് ടോപ്പ്. അപ്പൊ നമ്മൾ ഈ ക്രോപ്പ് ടോപ്പ് യൂസ് ചെയ്യണോണ്ട് തന്നെ ആ കെട്ട് നന്നായിട്ട് കാണും ചെയ്യും. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാന്. ഒരു കുഞ്ഞു ടോപ്പല്ലേ, അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ഈ ടോപ്പും റയോൺ മെറ്റീരിയലാണ്, വൈറ്റ് കളറാണ് കേട്ടോ അത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആയിട്ട് ഒരു ഞെറിവ് പോലത്തത് വന്നത്, ഇങ്ങനെ ഓഫ് ഷോൾഡർ ടൈപ്പാണ് ഇത് വന്നത്, കണ്ടില്ലേ. പിന്നെ ആ ഒരു 2 ഞെറിവ് വന്നത്. ഞെറിവിന്റെ എഡ്ജില് പോംപോന്റെ ലേസ്, ഇതിന് പോംപോ എന്നാണ് പറയാ, അതിന്റെ ഒരു ലേസ് കിട്ടും നമുക്ക്. ഇങ്ങനെ ഭയങ്കര ലെങ്തിലായിട്ട് പല പല കളേഴ്സ് ഉണ്ട് കേട്ടോ. കളേഴ്സും ഉണ്ട്, പിന്നെ കളർഫുൾ ആയിട്ടുള്ള അങ്ങനത്തതും ഉണ്ട്. അപ്പൊ ഇതിന് വൈറ്റ് തന്നെയാണ് എടുത്തത്. ഇനി വേണമെങ്കിൽ നമുക്ക് നേവി ബ്ലൂ എടുക്കാം, പക്ഷെ വൈറ്റ് ആകുമ്പോൾ വേറൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ആണല്ലോ. അപ്പം അങ്ങനെയാണ് എടുത്തത്. വൈറ്റ് ലേസ് ഇങ്ങനെ ഈ 2 ഞെറിവിന്റെ എഡ്ജിലും കൊടുത്തത്. പിന്നെ ഇവിടെ ഇലാസ്റ്റിക് ആണ്, ഇവിടെയും ഇലാസ്റ്റിക് ആണ്, പിന്നെ എൻഡിലും ചെറുതായിട്ടൊരു ഇലാസ്റ്റിക് കൊടുത്തത്. അപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും അത് കണ്ടുവരും. പാന്റിനും വേണ്ടിയിട്ട് 3/4 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 20 ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്താം, 4ആയിട്ട് മടക്കി വെച്ചതിന് ശേഷം. എന്നിട്ട് അരന്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് 8 ഇഞ്ചും മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 8 ഇഞ്ച് എൻ്റെ വിടുത്ത് വരുന്നത് 8 ഇഞ്ച് തന്നെയാണ്. പിന്നെ താഴേക്ക് വരുന്നത് 5.5 ഇഞ്ച്, കാലിൻ്റെ താഴത്തെ ഭാഗത്ത് 5.5 ഇഞ്ചിലും നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് അരൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് വളച്ചിട്ടും വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ അളവിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ടോപ്പ് കട്ട് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ ഞെറിവാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. നമ്മൾ 1 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 4 ഇഞ്ച് വിടുത്തിലുള്ള നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഞെറിവിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് 2.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലെയറായിട്ട് നെക്കിന് ഞെറിവ് വെക്കുന്നുണ്ട്. ഇലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ആ ഞെറിവൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നീളത്തിൽ 2.5 ഇഞ്ച് വീതിയുള്ളതും 4 ഇഞ്ച് വീതിയുള്ളതും 2 പീസ് എടുത്തിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതിൻ്റെ വിടുത്ത് 7.5 ഇഞ്ചും, ലെങ്ത്ത് 10ഉം വിടുത്ത് 7.5 ഇഞ്ചുമാണ് നമ്മൾ എടുത്തത്. അങ്ങനെ നമ്മൾ ഈ കൈക്കുഴിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആ വിടുത്തിൻ്റെ എൻഡില്ലേ ആ ഭാഗത്തുനിന്ന് 2.5 ഇഞ്ച് അങ്ങോട്ട്
വീതിയിലും 2 ഇഞ്ച് താഴത്തേക്കുമായിട്ട് ഒരു കൈക്കുഴിയില്ലേ, നമ്മൾ സ്ലീവ്ലെസ് ആണല്ലോ തയ്ക്കുന്നത്, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ എൻഡൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ്. ആ കൈക്കുഴീൻ്റെ ഭാഗത്ത് മാത്രം ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് ആ 2 പീസും കൂടി ജോയിൻ ചെയ്തിട്ട് നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാം. കൈക്കുഴിൻ്റെ ഭാഗം ഒഴിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമുക്ക് കിട്ടുക. അങ്ങനെ ചുറ്റുഭാഗവും വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു പീസ് എടുത്തിട്ട് മറിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. ഇനി ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ഇലാസ്റ്റിക് നമ്മൾ കുട്ടികളുടെ ഷോൾഡറിൻ്റെ അളവെടുത്തതിന് ശേഷം തയ്ച്ചു കൊടുത്താൽ മതി. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് തയ്ച്ചു കൊടുത്താൽ മതി. ഇങ്ങനൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് ചുറ്റുഭാഗവും തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ ഈ പീസിൻ്റെ എൻഡൊക്കെ ഒന്ന് മടക്കി തയ്ച്ചാൽ ഇതുപോലെ ഉണ്ടാവും. നമുക്ക് ഈ എൻഡിൽ ഈ ലേസ് ഉണ്ടല്ലോ, പോം വരുന്ന ലേസ് വൈറ്റ്, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലെയറായിട്ടുള്ള ആ ഞെറിവിൻ്റെ എൻഡിലും വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മളിത് മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് ആ നെക്കിൻ്റെ ഭാഗം അങ്ങനെ പൊം വെച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുക്കണം. ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കുക. അങ്ങനെ നമ്മൾ ടോപ്പ് റെഡിയായി. അതുപോലെ തന്നെ പാൻറ്റും ഇലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് താഴേക്ക് മടക്കി തയ്ച്ചിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഉടുപ്പിൻ്റെ കയറൊക്കെ വെക്കുമല്ലോ, അതുപോലത്തെ നീളത്തിലൊരു പീസ് തയ്ച്ചെടുക്കുക. എന്നിട്ട് ഈ പാൻറ്റിൻ്റെ അരഭാഗത്തായിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. പിന്നെ സെൻറ്ററിൽ ഫ്രണ്ടിക്ക് കെട്ട് വരുന്ന രീതിയിൽ ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് സെറ്റായി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ സ്റ്റിച്ചിങ് ഒക്കെ കണ്ടില്ല, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്തായാലും സംഭവം? നല്ല ഒരു സ്റ്റാൻഡേർഡ് ഒരു നേവി ബ്ലൂവും വൈറ്റും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു ടോപ്പും ഒരു പാൻസും ആണ്. അപ്പൊ ഞാൻ എന്തായാലും ഈ സ്കേർട്ട് കാണിച്ചു തരാം. ഒരു ക്യൂട്ട് ആയിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ. ഇങ്ങനെ സീക്വൻസ് വർക്ക് ഒക്കെ ഉള്ള ഒരു സ്കേർട്ടാണ്. അപ്പൊ ഞാൻ എന്തായാലും സ്കേർട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഒരു ക്യൂട്ടായിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. ഒരു സ്കേർട്ടും ചെമ്പറും കേട്ടോ. ഒരു പിങ്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നത്. പിന്നെ സ്കേർട്ട് ഏറെക്കുറെ ഫുള്ള് ഇതാണ് സീക്വൻസ് വർക്ക് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാന്. പിന്നെ താഴെ ഒരു നെറ്റിന്റെ ലെയർ, ബാക്കി സ്കേർട്ടിന്റെ എല്ലാ പോർഷനും സീക്വൻസ് ആണ് വന്നത്. അപ്പൊ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്കേർട്ടും ജമ്പറും ആണിത്. അപ്പൊ ഇത് ഒരു കുറച്ചൊരു വയറ് കാണുന്ന അങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു സ്കേർട്ടാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് കാണുന്ന അങ്ങനത്തെ ഒരു സ്കേർട്ടാണ്. അപ്പൊ ഞാൻ എന്തായാലും ബാക്കി ഡിസൈൻസ് എല്ലാ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കേർട്ടും ജമ്പറും ആണ്. അംബ്രല്ല കട്ടാണ് കേട്ടോ. ജമ്പറല്ല സ്കേർട്ട് വരുന്നത് അംബ്രല്ല കട്ടാണ്. അപ്പൊ ഈ ജമ്പർ എന്ന് വെച്ചാല് സാറ്റിന്റെ മെറ്റീരിയൽ എടുത്തിട്ടാണ് നമ്മള് ജമ്പർ സ്റ്റിച്ച് ചെയ്തത്. ഒരു നോർമൽ സ്ലീവ്ലെസ് ജമ്പർ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന്റെ മേലെ നെക്കിന്റെ ആ പോർഷനില് ബാക്കിലും ഫ്രണ്ടിലും നെക്കിന്റെ പോർഷനില് നമ്മള് ഈ സാറ്റിന്റെ ലൈനിങ് അല്ല സാറ്റിൻ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഞെറിവ് ചെയ്തതാണ്. 2 ലെയർ ആയിട്ട് ഞെറിവ് ചെയ്തതാണ്. ഇത് കുറച്ച് ലെങ്ത് കുറവും ഇത് കുറച്ച് ലെങ്ത് കൂടുതലായിട്ടാണ് ഞെറിവ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ അപ്പും ഡൗൺ അങ്ങനെ ആയിട്ട് നിൽക്കും. അപ്പൊ അതാണ് ഈ നെക്ക് പോർഷനിൽ. പിന്നെ താഴെ ഈ ടോപ്പിന്റെ താഴെ നമ്മൾ ഈ സ്കേർട്ടിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു എഡ്ജ് കൊടുത്തത് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വയർ ഇത്തിരി ഇങ്ങനെ കാണുന്ന ഒരു ഇതാണെന്ന്. അപ്പം ഈ ഒരു എഡ്ജും അങ്ങനെ ആയിട്ട് നല്ല ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ കാണാന്. അപ്പൊ ഈ ഒരു ടോപ്പിന്റെ എഡ്ജില് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഉണ്ട്. പിന്നെ ടോപ്പിന്റെ ബാക്കിൽ ഒരു കുഞ്ഞു സിബും കൂടി വെച്ചിരുന്നു. ചെറിയ കുട്ടീന്റെ അല്ലേ, അപ്പം ചെറുതായിട്ടൊരു സിബും കൂടി വെച്ചിട്ടുള്ളൂ. പിന്നെ സ്കേർട്ടിൽ വരുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഈ സെൽഫ് വർക്ക് ആണ്. കാരണം പിങ്കുമ്മല് പിങ്ക് തന്നെയാണല്ലോ ഇപ്പൊ ഈ ഡിസൈൻ വന്നത് ഈ സീക്വൻസിന്റെ. അതുകൊണ്ട് തന്നെ എടുത്ത് കാണിക്കൂല. അതായത് നമ്മള് വേറെ കളേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കൂല. ഇതിന്റെ സെൽഫ് വർക്ക് ആയതുകൊണ്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാന്. പിന്നെ സ്കേർട്ട് അംബ്രല്ല കട്ട് സ്കേർട്ടാണ്. ഈ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഫുൾ സ്കേർട്ട് തയ്ച്ചത്. പിന്നെ താഴെ ഒരു ലെയർ ഉണ്ട്, അത് നെറ്റാണ് കേട്ടോ. അപ്പൊ നമ്മൾ ടോപ്പിന് സാറ്റിൻ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്കേർട്ടിന്റെ ഈ ഒരു ലെയറിന്റെ താഴെ നമ്മൾ സാറ്റിൻ ആണ് യൂസ് ചെയ്തത് ലൈനിങ് ആയിട്ട്. എന്നിട്ട് താഴെ ഞെറിവ് കൊടുത്തിന് നെറ്റ് വെച്ചിട്ട്, പിങ്ക് തന്നെ നെറ്റ് വെച്ചിട്ട് ഞെറിവ് കൊടുത്തിന്. അപ്പം ഇതിങ്ങനെ മേലക്കായി നിൽക്കും, ഇത് താഴെ നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാന്. പിന്നെ താഴെ കുറെ ലൈനിങ്ങും ഇതൊക്കെ കൊടുത്തിന്, ഇങ്ങനെ സ്റ്റിഫ് നെറ്റും സംഭവങ്ങളൊക്കെ കൊടുത്തിന്, ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്
കണ്ടില്ലേ ഇപ്പം ഒരു വൈറ്റ് സ്റ്റിഫ് നെറ്റ് കൊടുത്തിട്ട് അപ്പത്തേക്കും കൂടി പൊങ്ങി നിൽക്കും. പിന്നെ ഇതിന്റെ താഴെ വേറൊരു ലൈനിങ്ങും കൂടി ഇട്ടു. അപ്പൊ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി നിന്നിട്ട് നല്ല ഭംഗിയിൽ കാണും. അപ്പൊ ഇതിൽ നമ്മൾ സ്റ്റിച്ചിങ് കാണിക്കണില്ല, നമ്മൾ മുമ്പത്തേല് കാണിച്ചല്ലോ ആ നേവി ബ്ലൂം വൈറ്റും കൂടി ഉള്ള. അപ്പൊ നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ല നമ്മളിത് കാണിക്കണ്ട് കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കണ്ട്. പിന്നെ ഇതേപോലത്തെ കുറെ കളേഴ്സ് ഉള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ പിങ്ക് കാണിച്ചെന്നല്ലോ, സീക്വൻസ് വർക്ക് ഒക്കെ ഉള്ള അതിന്റെ കുറെ കളേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയിൽ ഉള്ള നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലൊക്കെ നല്ല ക്യൂട്ടായിട്ട് നിൽക്കാൻ പറ്റിയ പാർട്ടി വെയർ ഒക്കെ ആക്കി യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ്. അപ്പൊ നല്ല ഭംഗിയുണ്ട് ഈ ഒരു മെറ്റീരിയൽ കാണാന്. പിന്നെ നമ്മൾ ഇതിന്റെ മുന്നൊന്ന് ചെയ്തിരുന്ന ഒരു വേറൊരു ഫെയ്ഡഡ് കളറുള്ള നല്ല രസമുള്ള ഒരു കളറിന്റെ നമ്മളൊരു ഫ്രോക്ക് ചെയ്തിരുന്നു. ഒരു ബാക്കിൽ ഇങ്ങനെ ഡീപ്പായിട്ട് വീനൊക്കെ കൊടുത്തിട്ട് ബോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ നിങ്ങള് ആ ഒരു ഫ്രോക്ക് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. നല്ല ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയും ഉണ്ടാവും കേട്ടോ കാണാൻ. ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒരു ഡീപ്പായിട്ട് വീനൊക്കെ കൊടുത്തിട്ട് ബോ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് ആ ഒരു ഫെയ്ഡഡ് കളർ. അപ്പൊ അത് ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പിന്നെ ഇതേ മെറ്റീരിയൽ വെച്ചിട്ട്, അതായത് ഇതേ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇതിന്റെ കളർ ചേഞ്ച് ഉള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് മെഹന്തി കളർ വെച്ചിട്ട് നമ്മളൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിരുന്നു. ഒരു വലിയ കുട്ടിക്ക് പറ്റിയൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിരുന്നു. അങ്ങനെ ഒരു അംബ്രല കട്ടുള്ള ഒരു ഫ്രോക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിരുന്നു, മെഹന്തി കളറ്. ഇത് നമ്മള് ഈ രണ്ടെണ്ണം നമ്മള് ചെറിയ കുട്ടിയൊക്കെ പറ്റിയതാ ചെയ്തത്. അപ്പം ആ മെഹന്തി കളർ വലിയ കുട്ടിക്ക് പറ്റിയതാട്ടോ ചെയ്തത്. അപ്പം നിങ്ങൾ അതും കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, പിന്നെ ഐക്കാർഡിലും കൊടുക്കുക. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ രണ്ട് ഡ്രസ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കണ്. അപ്പൊ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്കും ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ കാണാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അപ്പൊ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.